നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു നല്ല കമ്പനി ഇല്ലാതെ ഞാൻ ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അതാ ഞാൻ അജയനോട് വരാൻ പറഞ്ഞ. അജയന് സോഡയാണോ വെള്ളമാണോ ശീലം? എന്താ ഡ്രൈ ആണോ ശീലം? അല്ല, സോഡ സോഡ. Cheers. Cheers. എന്താ കുടിക്കുന്നില്ലേ? ചിയേഴ്സ് പറഞ്ഞ ഒരു സിപ്പെങ്കിലും കുടിക്കണം. അതാണ് ടേബിൾ മാനേഴ്സ്. സോറി. എന്തോ ചിരിച്ചേ? ഒന്നുമില്ല. അജയൻ ഇത്ര ഭീരുവാണല്ലോ എന്ന് ഓർത്തു പോയതാ. അപ്പൊ ഈ പുറത്ത് കാണിക്കുന്ന ധൈര്യമൊക്കെ ഉള്ളൂ അല്ലേ? ഒരു പെണ്ണിന് ഒറ്റയ്ക്കൊരു മുറിയിൽ കണ്ട വിയർക്കുന്ന ഇദ്ദേഹത്തിനെ കുറിച്ചാണോ നാട്ടുകാർ അനാവശ്യം പറയുന്നത്? ആരാ തന്നെ കുറിച്ച് പറയാതിരുന്നിട്ടുള്ളേ? തന്നെ അറിയാവുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട് താൻ നല്ല ഒന്നാം തരം ISI മാർക്കുള്ള കൊക്കരക്കുവാണെന്ന്. അതൊക്കെ ചുമ്മാ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഞാൻ ഭയങ്കര ഡീസന്റാ. ആണോ? പിന്നെ എന്റെ ഭാര്യയുടെ അല്ലാതെ ഞാൻ ഇന്നേ വരെ ഒറ്റ പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഈ അസൂയക്കാരുടെ ഓരോ കാര്യങ്ങളെ നോണയും കൊതി പറയുന്നതിനൊക്കെ ഒരതിരില്ലേ? അതെ അതെ, ദൈവം എനിക്കിത്തിരി സൗന്ദര്യം കൂടുതൽ തന്നുപോയി. അതിപ്പോ എന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് എന്തും പറയാലോ. ഓയിക്കട്ടെ ഒന്നുകൂടി. വക്കീലിന്റെ ഇഷ്ടം. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? വേറെ ആരെങ്കിലും വേണോ? ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ. ഞാനിവിടെ ഒറ്റയ്ക്ക. ഇവിടെ മാത്രമല്ല, എവിടെയും ഞാൻ ഒറ്റയ്ക്ക. വക്കീല് മാത്രമല്ല, എല്ലാവരും എല്ലായിടത്തും ഒറ്റയ്ക്ക. താങ്ക് യു. പിന്നെ പേരിന് ചുറ്റും ആൾക്കൂട്ടവും സ്വന്തക്കാരും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചുമ്മാതാന്ന്. ഒരാവശ്യം വരുമ്പോ ആരും ഉണ്ടാവുകയില്ല, നമുക്ക് നമ്മളെ ഉണ്ടാവൂ. നല്ല മനസ്സിലുള്ളവരുടെ വിധി ഇതൊക്കെ തന്നെയാ വക്കീലേ. അജയൻ നല്ല മനസ്സുള്ള ആളാണോ? പിന്നെ സംശയം എന്താ? അതുകൊണ്ടാണല്ലോ വക്കീലിനെ പോലെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിക്കൊപ്പം ഈ മനോഹരമായ രാത്രിയിലെ ഇവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ മദ്യപിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. നല്ല സാഹിത്യം വരുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ ചില കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, പിന്നെ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളുടെ ചവറ് കൂനയില് അതും അങ്ങോട്ട് കളഞ്ഞു. കഷ്ടായിപ്പോയി. കഷ്ടനഷ്ടങ്ങളുടെ ആകെ തുകയാണല്ലോ വക്കീലെ നമ്മുടെയൊക്കെ ജീവിതം. അല്ല, വക്കീൽ എന്നൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാഞ്ഞത്? ആര് പറഞ്ഞു ആലോചിച്ചിട്ടില്ലെന്ന്? ആലോചിക്കുകയും ചെയ്തു, വിവാഹം കഴിക്കുകയും ചെയ്തു. ആണോ? എന്റെ ഭർത്താവ് ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ വക്കീല, അഡ്വക്കേറ്റ് നന്ദകുമാർ വർമ്മ. കേട്ടിട്ടുണ്ടാവും. ആൾ വലിയ ഫേമസാ. പക്ഷേ ഞങ്ങൾ പിരിഞ്ഞു.
വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയും മുമ്പ്. പരസ്പരം ഒത്തുപോയില്ല എന്ന് ഉറപ്പായ പിന്നെ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു നാടകത്തിന്റെ ആവശ്യമില്ലല്ലോ. രണ്ടുപേർക്കും അതാ നല്ലതെന്ന് തോന്നി. ആ, അതെ അതെ, വളരെ നന്നായി. ഏ? അല്ല, പൊരുത്തപ്പെട്ട് പോകാതെ വന്ന പിരിയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ഇവിടെ പിറക്കാനുള്ള ധൈര്യമില്ലാന്ന്. ജീവിതകാലം മുഴുവൻ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ചുമ്മാ അങ്ങനെ ചുമന്ന് നടക്കും. പരസ്പരം വെറുത്തുകൊണ്ട്, സ്വയം വെറുത്തുകൊണ്ട്. അജയനും അങ്ങനെ ഒരാളാണോ? സംശയം എന്താ? വേദനിക്കുന്ന ഹതഭാഗ്യനായ ഒരു ഭർത്താവാ ഞാനും. ഒന്നും പുറത്ത് കാണിക്കാതെ ഉരുകി ഉരുകി. എന്താ ചെയ്ത്? കരയണോ? സോറി, അറിയാതെ ഞാൻ വെറുതെ ഇമോഷണലായി പോയി. സോറി പറയേണ്ടത് ഞാനല്ലേ അജയന്റെ ഓർമ്മകളെ വിളിച്ചുണർത്തിയത്. ഓ, വിളിച്ചാലും വിളിച്ചില്ലേലും അതുണരും. ഊണിലും ഉറക്കത്തിലും അതെന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്റെ വിധി. അതൊക്കെ പോട്ടെ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയ കാശ് അജയന് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടു. അത് ഞാൻ അപ്പം തന്നെ ക്ലയന്റിന് കൊടുത്തല്ലോ. ഏത് ക്ലയന്റ് ആയിരുന്നു ആ പാതിരാത്രിയില് ഇത്ര അത്യാവശ്യക്കാരൻ? അത് ഞാൻ അന്നേ വക്കീലിനോട് പറഞ്ഞല്ലോ. വക്കീലിന് അറിയാത്തൊരു ക്ലയന്റാ. ക്ലയന്റ് തന്നെയാണോ അതോ വല്ല കൊട്ടേഷൻകാരനോ ആണോ? അജയനെതിനിങ്ങനെ നെട്ടുന്നേ? ആരും ഞെട്ടി? എപ്പോ ഞെട്ടി? ഞാൻ ഞെട്ടിയില്ലല്ലോ. സിന്ധുവിന്റെ ശവം അയാള് ഭംഗിയായിട്ട് ഡിസ്പോസ് ചെയ്തു. അജയൻ അവിടെ ഇരിക്കെ, ഞാൻ മുഴുവൻ പറയട്ടെ. ഇരിക്ക ജയ. എല്ലാം എനിക്കറിയാം. വിശ്വേട്ടന് ഏട്ടനറിയോ? ഇതുവരെ അറിയില്ല. എന്താ അറിയിക്കണം? അയ്യോ, വേണ്ട വേണ്ട. അജയ് പേടിച്ചു പോയോ? ഓ, പേടിക്കണ്ട, ഞാൻ ആരോടൊന്നും പറയില്ല. അല്ല, വക്കീലതെങ്ങനെ അറിഞ്ഞു എന്നാണോ? എല്ലാം എനിക്കറിയാം. അജയനെ സമ്മതിക്കുന്ന എല്ലാം എനിക്ക് മനപ്പാടോ. ഞാൻ എന്താ വേണ്ടേ? തൽക്കാലം ഒന്നും വേണ്ട. വേണ്ടത് വേണ്ട സമയത്ത് ഞാൻ ചോദിക്കാം. അജയൻ തരില്ലേ? തരാം. എന്നാ നല്ല കുട്ടിയായി വേഗം വീട് പിടിക്കാൻ നോക്ക്. എന്താ പോകുന്നില്ലേ? പോവാം. നിന്നെ ബോഡി അവര് കത്തിച്ചു കളഞ്ഞോ അതോ കായലിൽ കെട്ടിത്താഴ്ത്തിയോ? അറിഞ്ഞൂടാ.